എന്തായാലും എല്ലാ ജീവനുകളും വിലപ്പെട്ടതാണ്. പക്ഷേ ഈ മരിച്ച 5 പേരുടെ ജീവൻ അതിലും വിലപ്പെട്ടതാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മളുടെയൊക്കെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വയം സന്നദ്ധരായി ഇറങ്ങിയവരാണ്. അതുകൊണ്ടാണ് ഇവരുടെ വേർപാട് നമുക്ക് വലിയ വേദന ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മരിച്ച 5 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങാൻ അല്പസമയത്തിനകം തുടങ്ങും. 8 മണിയോടുകൂടി തുടങ്ങുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും ബന്ധുക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ലക്ഷദ്വീപിൽ നിന്നുള്ള മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയും എത്താനുണ്ട്. അവരെ എയർലിഫ്റ്റ് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെ മറ്റ് ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബന്ധുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ വൈകാരികമായ അവസ്ഥയാണ്. കാരണം ദേവാനന്ദൻ്റെ ബന്ധുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇന്നലെ സിനിമയ്ക്ക് പോകാൻ നേരം അമ്മയെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അമ്മ ആദ്യം പറഞ്ഞു, പോകരുത് മോനെ, ഇന്ന് മഴയൊക്കെ അല്ലേ, നാളെ പോകാമെന്ന് പറഞ്ഞു. രണ്ടാമതും പറഞ്ഞപ്പോൾ ദേവാനന്ദ് ഒന്നും മിണ്ടിയില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവൻ മരണത്തിലേക്ക് നടന്നു പോയത്. അങ്ങനെ വീടിൻ്റെ പ്രതീക്ഷയായിരുന്ന ആ വിളക്ക് അണഞ്ഞിരിക്കുകയാണ്. ദേവാനന്ദിനൊരു സഹോദരൻ പോണ്ടിച്ചേരി മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. ആ സഹോദരൻ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവർ മലപ്പുറത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവരുടെ കുടുംബ വീട് പാല മറ്റക്കരയിലാണ്. അവിടെയാണ് ശവസംസ്കാരം ഉണ്ടാവുക എന്നതാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ അവസ്ഥ, അതായത് ലക്ഷദ്വീപ് സ്വദേശിയായ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ അടുത്ത ബന്ധുക്കൾ പറയുന്നത് സംസ്കാരം എറണാകുളത്ത് വെച്ച് തന്നെ ഉണ്ടാകും. ലക്ഷദ്വീപിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ അവസാന ചടങ്ങുകൾ നടക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് കുടുംബങ്ങൾ കടന്നു. അതായത് ആ യാഥാർത്ഥ്യത്തെ അവർ ഉൾക്കൊണ്ട് വരുന്നു. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ തന്നെ 5 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇനി 6 ജീവനും, അതിൽ ഇനി പരിക്കേറ്റ 6 പേരാണ്. അതിൽ ഒരാൾക്ക് വലിയ പ്രശ്നമില്ല. മറ്റ് 5 പേരുടെ അവസ്ഥയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവർക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പറയുന്നത്. 3 പേർ ICUവിലുണ്ട്. അതിൽ ഒരു ഗൗരി ശങ്കർ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ നില ഗുരുതരമാണെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അവരുടെ ശസ്ത്രക്രിയയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച ചികിത്സ തന്നെ കിട്ടുന്നുണ്ട്. എല്ലാവരും രക്ഷപിടിക്കും. കാരണം ഈ നാടിൻ്റെ പ്രാർത്ഥന ഒന്നിച്ച് അവരോടൊപ്പം ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അവരൊക്കെ നമ്മളുടെ ജീവൻ സംരക്ഷിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ജീവൻ നിലനിൽക്കേണ്ടത് ഈ നാടിൻ്റെ കൂടി ആവശ്യമാണ്.